വാർത്തയുമായി റിനു ശ്രീധർ എത്തുന്നു. എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാനൊരുങ്ങി വിജിലൻസ്. പി.വി. അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ബന്ധത്തിലടക്കം തെളിവ് കണ്ടെത്താനായിട്ടില്ല. കവടിയാറിലെ വീട് നിർമ്മാണത്തിലും പ്രശ്നങ്ങളില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കും. റിനു ശ്രീധർ, ഗുഡ് മോർണിംഗ്. ADGP എം.ആർ. അജിത് കുമാറിനെതിരെ വാളെടുത്തവരൊക്കെ പരുങ്ങേണ്ടി വരുമല്ലോ. തെളിവില്ലെന്ന് വിജിലൻസ് കണ്ടെത്തുന്നു. ക്ലീൻ ചിറ്റ് നൽകാനൊരുങ്ങുകയാണോ അപ്പോൾ? തീർച്ചയായും സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും എം.ആർ. അജിത് കുമാർ അജയനായി തുടരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. വിവിധ അന്വേഷണങ്ങൾ നേരിട്ടെങ്കിലും ഒരു രീതിയിലുള്ള തെളിവുകളും എം.ആർ. അജിത് കുമാറിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ വിജിലൻസും പത്തിമടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിജിലൻസ് കൃത്യമായി അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. ഈ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള ഒരു കാര്യം വാർത്ത നമ്മൾ തന്നെ നേരത്തെ നൽകിയിരുന്നു. എന്തായാലും ഈ പി.വി. അൻവർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ ആരോപിച്ചു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തെളിവുകളും വിജിലൻസിന് നൽകുവാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ പി.വി. അൻവറിന് ഉൾപ്പെടെയുള്ളവർ ഈ വിജിലൻസിന്റെ പരിശോധനയിൽ ഒരു രീതിയിലുള്ള കണ്ടെത്തലുകളും എം.ആർ. അജിത് കുമാറിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായി ബാങ്ക് ലോൺ എടുത്താണ് ഈ കവടിയാറിലെ വീട് ഉൾപ്പെടെ അദ്ദേഹം വെക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള രേഖകളും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിജിലൻസ് ഏകദേശം 1 മാസം മുമ്പ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടുള്ള രേഖകൾ എം.ആർ. അജിത് കുമാർ വിജിലൻസിന്റെ പക്കൽ നൽകിയിട്ടുണ്ട്. നൽകിയ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകിയതാണ്. എന്തായാലും എം.ആർ. അജിത് കുമാറിന് DGP പദവി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. 6 മാസത്തിനകം തന്നെ DGP പദവി ലഭിക്കും. അതോടുകൂടി അതിനു മുന്നോടിയായിട്ടാണ് വിജിലൻസ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട്, അതായത് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. എന്തായാലും എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ DGP പദവിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ എളുപ്പമാകുന്നു എന്നതുകൂടി നമുക്ക് പറയാം. സുജയ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോകുന്നു. ADGP എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാൻ വിജിലൻസ് തയ്യാറെടുക്കുന്നു.